പിണറായി വിജയൻ സർക്കാരിനെ ഒന്നിച്ച് പിന്തുണച്ച് NSSും SNDPയും ശബരിമല പ്രശ്നത്തിൽ സർക്കാർ തെറ്റുതിരുത്തി നിലപാട് മാറ്റി എന്നതാണ് NSSന്റെ വിലയിരുത്തൽ. NSSന്റെ ആ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. സർക്കാരിനെ ഇങ്ങനെ നിരന്തരം എതിർത്തതായിട്ട് എനിക്കറിയില്ല. പ്രശ്നാധിഷ്ഠിതമായിട്ട് എതിർക്കും എന്നുള്ളത് കരുതുന്നു. പക്ഷേ NSS വെച്ച ആശയങ്ങളും അഭിപ്രായങ്ങളും എത്രയോ ഈ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ട്. ഓരോ ഇഷ്യൂവിന്റെ അടിസ്ഥാനത്തിൽ ശബരിമലയുടെ കാര്യത്തിൽ സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ചിടത്തോളം NSS നേതൃത്വം ഇന്നത്തെ ഗവൺമെന്റുമായിട്ട് എതിരായിരുന്നു. ഇന്നിപ്പോൾ ഗവൺമെന്റ് ആ നിലപാടല്ല എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടപ്പോൾ NSS നിലപാട് മാറ്റി. അത്രയല്ല, എനിക്കൊരു കോംപ്ലക്സില്ല. കോൺഗ്രസ്സുകാർ ഇവിടെ വരണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം അവരെന്നെ അകത്താക്കാൻ നോക്കിയ ആളുകളല്ലേ. മാത്രമല്ല, അവർ തന്നെ പറഞ്ഞില്ലേ എൻ്റെ വീട്ടിൽ കോൺഗ്രസ്സുകാരാണ് വരണമെന്ന്. KPCC വിലക്കിയ വീടാണ് ചെയ്യും. വിലക്കിയിട്ടില്ലെന്നവർ പറയട്ടെ. അഥവാ വല്ലതും വന്നിട്ടുണ്ടെങ്കിലും പാത്തും പതുങ്ങി വന്നിട്ടുണ്ടേ കോൺഗ്രസ്സുകാർ. അപ്രതീക്ഷിതമായി NSSും SNDPയും ചേർന്ന് ഇടതു സർക്കാരിനെ പിന്തുണയ്ക്കുമ്പോൾ കേരളത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാം? ഇതാണ് ഇന്നത്തെ പ്രൈം സ്റ്റോറി. SNDPയും NSSും യോജിക്കുന്നത് ആർക്കു വേണ്ടി? രാഷ്ട്രീയത്തിൽ സ്ഥിരമായി ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല. SNDPയും NSSും നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നവരല്ലെങ്കിലും രാഷ്ട്രീയ അഭിപ്രായങ്ങളും മാറി മാറിയുള്ള ആഭിമുഖ്യങ്ങളുമുണ്ട്. ഇവരിപ്പോൾ നിർണായക തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് ഇടതുമുന്നണി സർക്കാരിനെ ഒന്നിച്ച് പിന്തുണയ്ക്കുകയാണ്. പുതിയ സാഹചര്യം, പുതിയ നിലപാട് എന്ന് പറയാമെങ്കിലും മുൻപ് ഇവർ എങ്ങനെയായിരുന്നു എന്ന് പെട്ടെന്നൊന്ന് കണ്ടുവരാം. ആദ്യം പിണറായി വിജയനും വെള്ളാപ്പള്ളി. കണ്ണൂരിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാര് ഈ പാർട്ടിയുടെ ശവക്കല്ലറ അവർ തന്നെ പടർന്നിരിക്കുകയാണ്. മനുഷ്യർക്ക് നന്മ ചെയ്യുവാൻ ഇവരെന്ത് ചെയ്തു തന്നിട്ടുണ്ടെന്ന് പറയാം. വീഴ്ചയുടെ പരത്തിലാണ് ഇപ്പോഴില്ല. സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങാനുള്ള സംസ്കാരമോ വിവരമോ ഇവിടുത്തെ പല നേതാക്കന്മാർക്കും. ഗുരു പറഞ്ഞെങ്കിലും ദർശനം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം ഒന്ന് ഉൾക്കൊള്ളാൻ തയ്യാറാണ്. അത് ഉൾക്കൊള്ളാൻ ഇവർ തയ്യാറായാൽ ഈ രാജ്യം സമാധാനമായി. മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വിഷം ചീറ്റുന്ന നാക്കിൻ്റെ ഉടമയായിട്ടാണ് വെള്ളാപ്പള്ളി നിലകൊള്ളുന്നത്. അത് സാധാരണഗതിയിൽ ഒരു വർഗീയവാദിക്ക് മാത്രമേ ആ രീതിയിൽ സംസാരിക്കാനാവും. SNDP ചില ഘട്ടങ്ങളിലെങ്കിലും CPM അനുകൂല നിലപാടെടുത്തിട്ടുണ്ട്. എന്നാൽ NSS കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ CPMനെ തുറന്നെതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. CPM തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു. വിശ്വാസികളുടേതായ പ്രതിഷേധം നേരത്തെ മുതലേ ഉണ്ടല്ലോ. അതിന് കുറവൊന്നും ഇപ്പം സംഭവിച്ചിട്ടില്ല. കുറവ് എന്തെങ്കിലും സംഭവിച്ച് കാണണമെന്ന് ആരും ആഗ്രഹിച്ചിട്ടുമില്ല. അതിൻ്റെ പ്രതികരണം തീർച്ചയായിട്ടും ഉണ്ടാവും. ഭരണമാറ്റം എന്നുള്ളത് പ്രതീക്ഷിക്കുന്നില്ല. അത് ജനങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതൊരു പ്രസ്ഥാനവും കാലാനുസൃതമായി സ്വയം നവീകരിക്കാൻ തയ്യാറാകും. അത്തരം നവീകരണത്തിന് തയ്യാറാകാത്ത പ്രസ്ഥാനങ്ങളായാൽ തന്നെ കാലത്തിൻ്റെ മുൻപോട്ടുള്ള പ്രയാണത്തിൽ അസാധുവായി പോകും. ശബരിമല സ്ത്രീ പ്രവേശന തർക്കകാലത്ത് സർക്കാർ നിലപാടിനെതിരെ നാമജപ ഘോഷയാത്ര നടത്താൻ മുൻകൈയെടുത്തത് NSS ആയിരുന്നു. അതേ NSS ഇപ്പോൾ പറയുന്നു CPM സർക്കാരും ശരിയാണ്, നിലപാടില്ലാത്തത് കോൺഗ്രസിനും BJPക്കുമാണെന്ന്. CPMന് സന്തോഷം നൽകുന്ന തീരുമാനമാണത്. ഒരിക്കലും സർക്കാരിനെ എതിർത്തല്ല. വേറെ ചില വിഷയങ്ങൾ വരുമ്പോൾ അതിൽ ക്രിയാത്മകമായ ചില നിർദ്ദേശങ്ങളും സൃഷ്ടിപരമായ വിമർശനങ്ങളും ഉണ്ടാകും. അത് ജനാധിപത്യത്തിൽ അതുള്ളതാണ്. അല്ലാതെ എപ്പോഴെങ്കിലും അന്ധമായി NSS ഒരിക്കലും സർക്കാരിനെ എതിർത്തിട്ടില്ല. വ്യക്തിപരമായി അദ്ദേഹവും എതിർത്തിട്ടില്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ അത് പ്രശ്നാധിഷ്ഠിതമായി അത്രയും ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് അത് നിലപാടാണ്. അപ്പോൾ ഈ കാര്യത്തെ സംബന്ധിച്ചോളം അദ്ദേഹം ഇന്നലെ വളരെ തുറന്ന് കൃത്യമായി ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ കൃത്യമായ നിലപാടും അതോടൊപ്പം തന്നെ അതിൽ വിമർശനാത്മക കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത്. അതങ്ങനെ ഏറ്റവും സ്വാഗതാർഹമാണ്. ശബരിമല അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാർ ഒരു കാര്യം നേടിയെടുത്തു. ആരൊക്കെ എതിർത്തോ അവരെയെല്ലാം ഒരു വേദിയിൽ കൊണ്ടുവന്നു, അതും പമ്പയിൽ തന്നെ. ഇന്നിപ്പോൾ ഭിന്നിച്ചു നിന്നവർ സർക്കാരിന് വേണ്ടി ഒന്നിക്കുന്നു. അതൊരു രാഷ്ട്രീയ നേട്ടമായും വിലയിരുത്താം.